ഹായ്, ഹലോ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം ബി സേഫ് ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് 10,000 ആയി കൊറോണയുടെ കേസ്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, ബി സേഫ്. ഓക്കെ. അപ്പം നമ്മളിപ്പം മറ്റേ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. അപ്പം മറ്റേ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇമേജ് മാനിപ്പുലേഷന്റെ പല മെത്തേഡ്, പാൻറേഷനിങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തു. പിന്നെ മറ്റേ പ്രിൻസിപ്പൽ കോമ്പോണന്റ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ്, കമ്പോണന്റ്, പിന്നെ കനോണിക്കൽ കോമ്പോണന്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തു. പിന്നെ IHS അത് ഡിസ്കസ് ചെയ്തു. പിന്നെ DDS, ഡയറക്റ്റ് ഡീകോറിലേഷൻ സ്ട്രെച്ചിങ്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് ദി 4th വീഡിയോ. അപ്പൊ ഈ ആഴ്ച നമ്മൾ വേറൊരു കോൺസെപ്റ്റ് തുടങ്ങുകയാണ്. അപ്പൊ ഇമേജ് ഇപ്പൊ നമ്മൾ ഏതാണ്ട് എൻഹാൻസ് ചെയ്തു. ഇമേജ് എൻഹാൻസ് ചെയ്യുന്ന പ്രോസസ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് മാനിപ്പുലേഷൻ. We are going to manipulate certain things, right? Image, that is known as image manipulation, right? Sorry, not image manipulation, it's something analyzing. We are just going to analyze the satellite image and what kinds of information we need, that kinds of things. We are just gathering or mining the information. So that is known as image classification. So nammal image enhancement കഴിഞ്ഞു. So now we are going through image classification and today we are going to discuss about supervised classification. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾക്ക് എന്താണ് വേണ്ടത്, നമ്മൾ എന്തുകൊണ്ട് വാട്ട് വി ആർ ഡൂയിങ് ഡിജിറ്റൽ ഇമേജ് പ്രോസസിംഗ്, വൈ വി ആർ യൂസിങ് GIS, വൈ വി ആർ ഡൂയിങ് റിമോട്ട് സെൻസിംഗ്, because we want to learn about the spatial pattern, spatial behavior, spatial process, different spatial process to predict something, so to predict certain phenomena. Likewise, so we are using these tools to understand the nature for what, for better living conditions, whatever it is. സോ നമ്മളത് ഈ മെത്തേഡ്സ് ആണ് ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും കാര്യങ്ങളാണ്. പിന്നെ ഇപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പൊ കഴിഞ്ഞ കനോണിക്കൽ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ കോമ്പോണന്റ് അങ്ങനെയുള്ള എൻഹാൻസ്മെന്റ് ടെക്നിക്സ് ഇതൊന്നും ഞാൻ അത്രയ്ക്ക് ഇങ്ങോട്ട് ഉപയോഗിച്ചിട്ടില്ല. ഇത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ചെയ്തതാണ്. ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പോഴും യൂസ് ചെയ്ത് RGS-ലും നമുക്ക് ചെയ്യാൻ പറ്റും, എർഡാസിൽ ചെയ്യാം. എർഡാസിൽ ചെയ്തിട്ടുണ്ട്, RGS-ലും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് കുറച്ചുകൂടെ ധാരണയുണ്ട്. മുൻ എടുത്ത ക്ലാസ്സിൽ അത്ര എനിക്ക് ധാരണക്കുറവുണ്ടായിരുന്നു. അപ്പം എനിക്ക് തന്നെ ചെറിയ തപ്പലും തടവലൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ. പക്ഷെ ഇത് ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ PG-യുടെ റെക്കോർഡൊക്കെ ഞാൻ എടുത്ത് നോക്കി. അപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ട്. സംഭവം അന്ന് മറ്റേ പഴയ നമ്മളെ മെത്തഡോളജി എഴുതി, എന്തിനു വേണ്ടി ചെയ്യുന്നു, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എഴുതി, മെത്തഡോളജി എഴുതി, എല്ലാം ഞാനിങ്ങനെ ആ റിപ്പോർട്ടിൽ അതൊക്കെ പ്രിന്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഇതിനുശേഷം പിന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലത്തുള്ള ടെക്നോളജി വന്നു. അപ്പൊ നമ്മൾ ഈ ഡയറക്റ്റ് ക്ലാസ്സിൽ ചെയ്യാതെ തന്നെ നമുക്ക് ജസ്റ്റ് എ ക്ലിക്ക് എവേ എന്ന് വേണേൽ പറയാം, ജസ്റ്റ് എവേ ക്ലിക്ക് എന്ന് വേണേൽ പറയാം, നമുക്ക് പെട്ടെന്ന് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം സുഹൃത്തുക്കളെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ദാറ്റ് ഇമേജ് ക്ലാസിഫിക്കേഷൻ, സൂപ്പർവൈസ്ഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇമേജ് ക്ലാസിഫിക്കേഷൻ അതൊന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, സോ വൈ വി ആർ ക്ലാസിഫൈങ് ദി ഇമേജ് ഇൻ ടു ഡിഫറെന്റ് പർപ്പസ്. ഏത് സ്ഥലത്താണ് ഫോറസ്റ്റ് ഏരിയ, ഏത് സ്ഥലത്താണ് ഈ എന്താ പറയുന്ന ഈ ലാൻഡ്, ബിൽട്ടപ്പ് ലാൻഡ്, ഏത് സ്ഥലത്താണ് ക്രോപ്പ് ലാൻഡ്. നമുക്ക് ഫസ്റ്റ് നമ്മൾ ലാൻഡ് യൂസ് എന്താണ്, ലാൻഡ് കവർ എന്താണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന പ്രതീക്ഷിക്കും. ലാൻഡ് യൂസ് എന്ന് പറയുന്നത് യൂസ് ഓഫ് ദി ലാൻഡ്, ലാൻഡ് കവർ എന്ന് പറയുന്നത് സംതിങ് നാച്ചുറൽ. അപ്പൊ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യും? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഇമേജ് വി ക്യാൻ ഡിവൈഡ് ദി ലാൻഡ് യൂസ് ആൻഡ് ലാൻഡ് കവർ. ആൻഡ് ലാൻഡ് യൂസ് ഡിഫറെന്റ് ടൈപ്പ്, ദാറ്റ് level 1, level 2, level 3, that kinds of things. So ഇമേജിന്റെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് കൃത്യത, അതായത് ഓരോ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണയും കൃത്യമായ എന്താ പറയാ ബോധവും ഉണ്ടാവും ഓരോ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ. അപ്പം ഇമേജ് ക്ലാസിഫിക്കേഷൻ, അപ്പൊ എന്താണ് ഇമേജുകൾ? വി ആർ ക്ലാസിഫൈങ് ദി ഇമേജ് ഇൻടു സർട്ടൻ ക്ലാസസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഇമേജ്. നിങ്ങൾ ടോപ്പോ ഷീറ്റ് കണ്ടിട്ടുണ്ടാവും. ടോപ്പോ ഷീറ്റിൽ എന്താ കാര്യങ്ങൾ ഉണ്ടാവും?
different land use ഉണ്ട്, built up land ഉണ്ട്, railway ഉണ്ട്, roads and railways ഉണ്ട്, different features. അപ്പോൾ GIS നമ്മൾ എന്താ പറയാ, that is known as point, line and point, polyline, polygon. Likewise, we are dividing the we are classifying into different classes. That may be including built up land, water bodies, right? Then forest land, so that is a land cover. Then roads and railways, a pattern of river, pattern of settlement, whether it is urban area, whether it is industrial area. Likewise, we are classifying the image into certain classes. So adinu ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണ് supervised classification, not superimposed, supervised classification. And in that image classification there are two important classifications, that is supervised and unsupervised classification. Then supervised classification having certain other categories that I will see today, that supervised classification, that are introduction, right? അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. So image classification, there is different land use, land cover types in an image can be discriminated automatically using some image classification algorithms using spectral features, the brightness or image values, DN value, digital number, ഞാൻ already പറഞ്ഞായിരുന്നു, and color information contained into each pixel. Thus, the purpose of image classification is to categorize pixels into several classes to create thematic maps. അപ്പോൾ എന്തിന്റെ മാപ്പ്? നമുക്ക് അർബൻ ഏരിയയുടെ മാപ്പ് വേണോ, നമുക്ക് ഫോറസ്റ്റ് ഏരിയയുടെ മാപ്പ് വേണോ? That depends on different purpose. നമ്മൾ ഡിഫറെന്റ് പർപ്പസ് അനുസരിച്ചിട്ടുള്ള മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഈ ക്ലാസ്. So that is known as thematic map, to create different thematic maps. It is one of the most popular used information extraction technique in remote sensing. It is also known as land use land cover classification. Land use land cover is simple ആയിട്ട് supervised classification, that is simply known as land use land cover classification. So നമുക്ക് അതിന്റെ അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇതിപ്പം ഞാൻ പറഞ്ഞു നമുക്ക് കളറുകളായിട്ടും വിഷന് കാണുന്നത് നമ്പേഴ്സുമായിട്ടുമാണ്. അപ്പോൾ ഇതൊരു ക്ലാസിഫിക്കേഷൻ കാണിക്കുന്ന ഒരു ബേസിക് ഡയഗ്രാം ആണ്, ഇമേജ് ക്ലാസിഫിക്കേഷൻ. ദെൻ സൂപ്പർവൈസ്ഡ് ക്ലാസിഫിക്കേഷൻ, സൂപ്പർവൈസ്ഡ് ക്ലാസിഫിക്കേഷനിൽ സബ് ടൈപ്സ് ഉണ്ട്, അൺസൂപ്പർവൈസ്ഡ് ക്ലാസിഫിക്കേഷനിലും സബ് ടൈപ്സ് ഉണ്ട്. അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ഈ പ്രാക്ടിക്കൽ തിയറി എന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു സബ്ജക്റ്റ് ആണിത്. അവിടെയാണ് പ്രശ്നം. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഇരുന്ന് സൂപ്പർവൈസർ, ഞാൻ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരുന്നു, ഡു ലൈക്ക് ദിസ്, യു ജസ്റ്റ് ഓപ്പൺ ദാറ്റ് ഇമേജ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരുന്നു. പ്ലസ് എന്താണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതിനെ പറ്റിയിട്ട് ജസ്റ്റ് തിയറി ആയിട്ട് പോയി, ഇതിങ്ങനെ ചെയ്യുന്നു, ഈ സ്പെക്ട്രൽ സിഗ്നേച്ചർ ഇതിൽ എക്സ്ട്രാക്ട് ചെയ്തു, നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, അപ്പോൾ റിസൾട്ട് വരുന്നു. സോ അതാണ് സൂപ്പർവൈസ്ഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാണ് ഇത് ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ സമയം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ വേറൊരു സ്ഥലത്തും നിങ്ങൾ വേറൊരു സ്ഥലത്തും, നിങ്ങൾ ഈ വീഡിയോ എത്ര പേര് കാണുന്നുണ്ട്, കുറെ പേരൊക്കെ കാണുന്നു, അവര് റെസ്പോണ്ട് ചെയ്യുന്നു, കുറെ പേര് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പം ഇതാണ് ഇതിന്റെ ഒരു പരാധീനത. അപ്പം നമുക്ക് തൽക്കാലം ഇങ്ങനെ തന്നെ പോട്ടെ. അപ്പോൾ അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, സൂപ്പർവൈസ്ഡ് ക്ലാസിഫിക്കേഷൻ. ഇൻ ദിസ് ടെക്നിക് the image is classified on the in the priority, see that is prior knowledge of the analyst, prior knowledge of the analyst. The image is classified on the basis of predefined land use land cover classes and algorithms by the analyst. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം നമുക്ക് എന്തൊക്കെ സംഭവങ്ങളുണ്ട്. സോ ദാറ്റ് ഈസ് barren land, playground, right? Agricultural land, crop land, right? Uncropped places, settlement, that kinds of classes. അപ്പോൾ നമുക്ക് അത് അതായത് നമുക്ക് അറിയുന്ന ഓൾറെഡി നമുക്ക് ക്ലാസ്സസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. At first, the analyst must have some knowledge about the land use land cover classes of the study area. On this basis, the land use land cover classes will be defined, right? അപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഈ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൂടെ അത് ഞാൻ അവസാനം പറയും, ഈ ടെർമിനോളജിക്കും അവസാനം കൂടെ പറയും. There are 3 basic steps in supervised classification process. First, in the training stage. ട്രെയിനിങ് സ്റ്റേജ് വെച്ചാൽ നമ്മൾ ഈ സോഫ്റ്റ്വെയറിനെ നമ്മൾ ട്രെയിൻ ചെയ്യാൻ, സോഫ്റ്റ്വെയറിനെ ട്രെയിൻ ചെയ്യാൻ വെച്ചാൽ എന്തിന്റെ ബേസിലാണ് ഇത് ക്ലാസിഫൈ ചെയ്യുന്നതാണ് പറയുന്നത്. സോ ഫസ്റ്റ് ദി ട്രെയിനിങ് സ്റ്റേജ് ഇൻ വിച്ച് representative sample sites of non-feature types are collected. That is known as spectral signature, right? ഞാൻ ഇതിന്റെ ലാസ്റ്റ് അതിന്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഫീച്ചർ ടൈപ്പ് ആർ കളക്റ്റഡ് which is termed as training sites or signature class. Depending on the spectral response patterns
of the feature which we can identify from image or from other sources like aerial photography, ground truth data, personal experience, previous studies or maths. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം അവിടെ എന്താണ് കാര്യങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ കേട്ടോ. ദെൻ അപ്പൊ അത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പൊ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക, ടു കളക്ട് ദി സ്പെക്ട്രൽ സിഗ്നേച്ചർ. സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് അവസാനം ഒരു ഡെഫിനിഷൻ പറഞ്ഞു തരുന്നുണ്ട്. അതിൽ കൂടുതൽ പറഞ്ഞുതരാൻ എനിക്കറിയില്ല. നിങ്ങളുടെ മുമ്പിൽ എന്റെ മുമ്പിൽ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ, അതിൽ എറഡാസ് ഉണ്ടെങ്കിൽ എന്താണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു. അല്ലാതെ ഇതിപ്പോ ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഇത് കൂടുതൽ പറഞ്ഞുതരാൻ അറിയില്ല. ഓക്കെ, നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാം. ഇൻ ദി സെക്കൻഡ് ഓർ ക്ലാസിഫിക്കേഷൻ സ്റ്റേജ്, ദി അൺനോൺ പിക്സൽസ് ഓഫ് ഇമേജ് ആർ compared to the spectral patterns with the training sites, and they are assigned to a class defined by some algorithm. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിന് ഓരോ പേര് കൊടുക്കുന്നു. അപ്പൊ അത് ഓരോ സ്പെക്ട്രൽ സിഗ്നേച്ചറിന് ഓരോ പേര് കൊടുക്കും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ദി തേർഡ് is the output presentation in the form of maps, tables, area data and digital data files. അതായത് ഇത് ഈ ഡാറ്റ പ്രോസസ് ചെയ്ത് വരുന്ന ഫയല്. നമുക്ക് അതാണ് ഇപ്പൊ ഇതിന്റെ സ്റ്റെപ്പ്. അപ്പം ഇതില് സൂപ്പർവൈസ്ഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് 3 എണ്ണം ഉണ്ട്. ദാറ്റ് ഈസ് മിനിമം ഡിസ്റ്റൻസ് ടു മീൻ, ദാറ്റ് കൈൻഡ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. പാരലൽ എപ്പീഡ് ക്ലാസിഫിക്കേഷൻ. ദെൻ Gaussian maximum likelihood classification. So I think it is a statistician. I think this person is a statistician. എങ്ങനെ പറയാ, Gaussian അങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം. Fine. That 2-3 important methods. After the signature are collected, the pixels are stored into classes based on the algorithms used. The algorithms used in supervised classifications are, so that is minimum distance to mean supervised classification, parallel fit classification and Gaussian maximum likelihood classification. So there are 3 types of classification. അപ്പോൾ ഇതാണ് അതിന്റെ സ്റ്റെപ്പ്. ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആയിട്ട് കൊടുത്തേക്കാണ്. സൂപ്പർവൈസ്ഡ് ക്ലാസിഫിക്കേഷൻ, user collects training data that including spectral signature. User specifies training sites to the used for classification. Computer assign pixels to classes based on the training data. Evaluate result. Right? അപ്പോൾ ഇതാണ് അതിന്റെ സ്റ്റെപ്പ്. ഇത് ഓരോ സംഭവമാണ്. അതായത് സൂപ്പർവൈസ്ഡ് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഇമേജ് ആണ്. ദെൻ സൂപ്പർവൈസ്ഡ് ക്ലാസിഫിക്കേഷൻ 2 ഡിഫറെന്റ്, അതായത് ഇതിന്റെ ചേഞ്ച് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇതിൽ ഈ മഞ്ഞ കളറിൽ വരുന്നത് നമുക്ക് ക്രോപ്പ് ലാൻഡ് പറയാം. അതിന്റെ നമ്മൾ എന്താണ് അസൈൻ ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, ആ കളറിന്റെ ബേസിൽ പറയുന്നുണ്ട്. ഇത് അൺസൂപ്പർവൈസ്ഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് താഴെ. അപ്പം ഇതാണ് ഇതിന്റെ ഇതിൽ സിമ്പിൾ ആയിട്ട് പറയാനുള്ളത്. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇതിന്റെ വരുന്നൊരു പോയിന്റ് ആണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ക്ലാസ് ഓക്കെ ലീവ് ഇറ്റ്. Spectral signature is the variation of reflectance of emittance of a material with respect of wavelength. അതായത് ഞാൻ പറഞ്ഞു നമ്മൾ ഇപ്പൊ ചെയ്തതെന്ന് പറഞ്ഞാൽ ആക്റ്റീവ് റിമോട്ട് സെൻസിങ് ആണ്. അപ്പൊ നമ്മൾ സാറ്റലൈറ്റിൽ നിന്ന് ഒരു ഒരു വേവ് ഒരു പർട്ടിക്കുലർ പോർഷനിലേക്ക് അയക്കുന്നു, അത് തിരിച്ചു വരുന്നു, സെൻസർ അത് ഒബ്സർവ് ചെയ്യുന്നു. അപ്പൊ ഇത് ഓരോ ഒബ്ജക്റ്റിലും തട്ടി തിരിച്ചു വരുമ്പോൾ അതിന്റെ വേവ് ലെങ്ത്തിൽ ഡിഫറൻസ് ഉണ്ട്. അതാണ് ഈ സാറ്റലൈറ്റ് ഇമേജിൽ നമ്മൾ കാണുന്നത്. സോ that is the simplest definition that I can give you. Fine, is the variation of reflectance of emissions in terms of a material with respect of wavelength. Reflectance emittance as a function of wavelength. Calibrating spectral signature under specific illumination are collected in order to apply a correction to airborne or satellite imagery digital images. അപ്പം ഇത് ഈ സ്പെക്ട്രൽ സിഗ്നേച്ചറിന്റെ ഒരു എങ്ങനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് കാണിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു സ്പെക്ട്രൽ സിഗ്നേച്ചർ. ഇത് ഓരോ സംഗതികളിലും എങ്ങനെയാണ് വരുന്നത്, ഇത് ഓരോ സംഗതികൾക്ക് ഓരോ ടൈപ്പിലാണ്. ഇപ്പൊ വെള്ളത്തിന്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ ഡിഫറെന്റ് ആണ്, ഫോറസ്റ്റിന്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ. അപ്പൊ നമ്മൾ ഇത് ഓരോ ലാൻഡ് യൂസ് നമുക്കറിയണം, ഇത് എന്ത് കളറാ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത്. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ തിയറി, ആ ഒരു ബ്രിഡ്ജ് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതെന്റെ ഒരു പ്രശ്നമാണ്. അപ്പം
ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ വെച്ചാൽ ജിയോളജിക്കൽ ഉപയോഗിക്കുന്ന സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്തൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ, കെമിക്കലി ബൗണ്ട് വാട്ടർ can use a similar feature to show up in several diverse sample types or the specific spectral location of feature and their shape depends on the actual sample. അപ്പോൾ ഇത് ഓരോ കാര്യത്തിന്റെയും സ്പെക്ട്രൽ സിഗ്നേച്ചറിലുള്ള ഡിഫറൻസ് പറയുന്നതാണ്. അപ്പോൾ ഒന്നുമില്ല, സൂപ്പർവൈസർ അല്ലെങ്കിൽ സൂപ്പർവൈസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഇമേജിൽ നിന്ന് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ സ്പെക്ട്രൽ സിഗ്നേച്ചർ എടുക്കുന്നു, അത് സെറ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള മാക്സിമം നമ്പർ ഓഫ് സ്പെക്ട്രൽ സിഗ്നേച്ചർ എടുക്കുന്നു, അത് മെഷീൻ പ്രോസസ് ചെയ്യുന്നു, അതിന്റെ റിസൾട്ട് വരുന്നു. അതാണ് ഇതിന്റെ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ. അപ്പം കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നാളെ മിക്കവാറും നമ്മളൊരു ലൈവ് സെഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ, ഈ 4 വീഡിയോയെ പറ്റിയുള്ള ഡൗട്ട്സ് ഒക്കെ ചോദിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.